ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ കായ്പോളയിലൂടെ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കായ്പോള ഒന്നുകൂടി സ്പെഷ്യലാക്കിയാലോ. നമ്മുടെ സ്പെഷ്യൽ കായ്പോള തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ ഇട്ട് കൊടുക്കാം. ഗീ മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പഴം നമ്മൾ ഗീയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ വേണം നമ്മുടെ പഴം നമുക്ക് വാട്ടിയെടുക്കാൻ. കണ്ണൂർ സ്പെഷ്യലാണ് ശരിക്കും ഈ കായ്പോള. എങ്കിലും ഇതിലൂടെ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കായ്പോളക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. 3 മിനിറ്റ് നേരം നമ്മൾ ഗീയിലിട്ട് ഈ പഴം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിവിടെ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോഴിമുട്ട ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോഴിമുട്ട നമ്മൾ ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. കായ്പോളയിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായ്പോളയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പാൽപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പാൽപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കായ്പോളക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 3 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. നമ്മൾ നേരത്തെ വാട്ടിയെടുത്തിട്ടുള്ള പഴം നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ എഗ് മിക്സും ഇവിടെ റെഡിയാണ്. ഈ എഗ് മിക്സ് നമുക്കിനി ഈ പഴം വാട്ടിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എഗ് മിക്സ് മുഴുവനായിട്ടും നമ്മൾ പഴത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രണ്ടാമത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ്. 1 മുറി തേങ്ങ ചിരവിയതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടിയും തേങ്ങയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കായ്പോളക്ക് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. കുക്കറിലാണ് നമ്മൾ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി കുക്കറിൻ്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മൾ അല്പം ഗീ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായ്പോളയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് മുഴുവനായിട്ടും നമ്മൾ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നട്ട്സ് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ ബദാം സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. കാഷ്യൂ നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. ബദാം നമ്മൾ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് കുറച്ച് ചെറിയ പീസസ് ആണ്. ചെറിയ പീസസോ അതല്ലെങ്കിൽ ഉണക്ക മുന്തിരിയോ ട്യൂട്ടി ഫ്രൂട്ടിയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ ബദാമും അതുപോലെ തന്നെ ചെറിയ പീസസും വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള വെയിറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സ്റ്റവിലേക്ക് വെക്കാം. കുക്കർ നമ്മൾ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു തവ 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ കുക്കർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. കായ്പോള കുക്കാവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. കായ്പോള ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മാത്രം ഈ കുക്കറിൽ നിന്ന് എടുത്താൽ മതി. പെട്ടെന്നൊന്നും എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ചൂടാറി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ സ്പെഷ്യൽ കായ്പോള തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.